പണ്ടുകാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ് കാണുമ്പോൾ അതിലെ അല്പം പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ പതിവായി പറഞ്ഞിരുന്ന ഒരു വാചകമാണ്, അമ്മയാവാൻ എനിക്കിഷ്ടമല്ല, അമ്മയായി കഴിഞ്ഞാൽ എന്റെ സൗന്ദര്യം നഷ്ടപ്പെടും എന്ന് ഒരാൾ ത്തോടുകൂടി പറയുന്നതും, അത് കേൾക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു എന്താണ് സമൂഹത്തിന് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പുരുഷ കഥാപാത്രം പറയുന്നു, വളരെ ആക്ഷേപഹാസ്യം നിറഞ്ഞ ഒരു കൗണ്ടർ പോയിന്റ് തിരിച്ചു പറയുന്നു. അങ്ങനെ ഒരു കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നല്ലൊരു സീൻ കണ്ട ഒരു ആത്മനിർവൃത്തി ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് രംഗങ്ങൾ പഴയകാല സിനിമകളിലുണ്ട്. അപ്പൊ പണ്ടിത്തരത്തിലുള്ള സീനുകൾ ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അമ്മയായി കഴിയുമ്പോൾ എങ്ങനെയാണ് സൗന്ദര്യം നഷ്ടപ്പെടുന്നത്? സൗന്ദര്യമൊക്കെ അവിടെ തന്നെ എന്നും ഉള്ളതല്ലേ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ കാലങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞ് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചും ഒരുപാട് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ കൂടി കടന്നുപോയും ഒരുപാട് പേരെയൊക്കെ കണ്ടുമുട്ടി ഒരു ലോകപരിചയം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ അറിവ് വരും. പണ്ട് അറിയാതിരുന്ന, ഉത്തരം കിട്ടാതിരുന്ന പല ചോദ്യങ്ങൾക്കും ഇന്ന് ഉത്തരവുണ്ട്. അപ്പോ ഒരു മദർഹുഡിനെ പറ്റിയിട്ട് ആരും ബോൺ ചെയ്യാത്ത, മുന്നറിയിപ്പുകൾ ഒന്നും തരാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കിയാലോ. ശരീര സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മുഖ സൗന്ദര്യം മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ ഉറപ്പും നമ്മുടെ ബലവും ആരോഗ്യവും എല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ശരീര സൗന്ദര്യം. അപ്പോൾ ഒരു അമ്മയായി കഴിയുക എന്നുള്ള ഒരു ജേണി ഉണ്ടല്ലോ, ഈ അമ്മയായി കഴിയുന്നില്ല, അമ്മയായി തുടരുന്ന ആ ഒരു ജേണിയിലേക്ക് എത്തിപ്പെട്ട് കഴിയുമ്പോൾ ആദ്യമായിട്ട് നഷ്ടപ്പെടുന്നതും ആ ഒരു പഴയ ബലവും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ തന്നെയാണ്. ശരീരത്തിന്റെ പല മസിൽ ജോയിൻസിലും വേദനകൾ ഉള്ള കാലം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് മുമ്പ് ഉണ്ടായിരുന്ന ശരീരത്തിന്റെ ഭംഗിയോ ഒരു ആകാര ഭംഗി എന്ന് പറയും, നമുക്ക് ഉണ്ടാവണമെന്നില്ല. അതിനു മുമ്പ് ഇഷ്ടപ്പെട്ട് ഇട്ടിരുന്ന പലതരത്തിലുള്ള ഡ്രസ്സുകളും ഇനി ഒരിക്കലും എനിക്ക് ഇടാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുന്ന തരത്തിലുള്ള രീതിയിൽ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വണ്ണം കൂടുന്നതും അതിനുശേഷം വെയിറ്റ് ലോസ് ചെയ്യുന്ന അങ്ങനെയല്ല ഞാൻ പറയുന്നത്. വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിനും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇതല്ലാതെ തന്നെ ധാരാളം മാറ്റങ്ങൾ, നമുക്ക് വിഷമം തോന്നുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഓരോ പെൺകുട്ടിക്കും ഉണ്ടാവും. അപ്പൊ അമ്മ ആവുന്നതിന് മുമ്പ് അതിനു വേണ്ടിയോട് പ്രിപ്പയർ ആയിരിക്കുക. കാരണം അതിനുശേഷം ഒരു ഷോക്കായിട്ട് വിഷമിച്ച് ചിന്തിക്കണ്ടല്ലോ. അതിനു മുമ്പ് മാനസികമായിട്ട് നമ്മൾ ചിന്തിക്കുക, ഈ ഒരു കാര്യം ഉണ്ടാവുകയും ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്പർ 2, യുവർ മെന്റൽ ലോഡ് വിൽ ബി വെരി ഹെവി. അതായത് മാനസികമായിട്ടുള്ള ഒരു ലോഡ് ഉണ്ടല്ലോ, അതുവരെ ഒരു ലോഡും ഉണ്ടായിരുന്നിരിക്കില്ല, പക്ഷെ അതിനുശേഷം വല്ലാതൊരു ഹെവി മെന്റൽ ലോഡ് നിങ്ങൾ ഫുൾ ടൈം ക്യാരി ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇനി മാത്രമല്ല, ചുറ്റുമുള്ള കുടുംബക്കാരും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന കമ്മിറ്റ്മെന്റ്സും നിങ്ങളറിയാതെ നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടിരിക്കുന്ന, നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന തരത്തിലുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പിന്നെ നിങ്ങളുടെ മാനസിക ആരോഗ്യവും എല്ലാത്തിനും കൂടി ഓടി നടന്ന് തികയാതെ പോകുന്ന സമയവും, അങ്ങനെ 1000 കാര്യങ്ങൾ കൂടി ചേർന്നിട്ട് വളരെ ഹെവിനെസ് നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യും. ആ ഹെവിനെസ്സും കൊണ്ട് മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ അത് റെസ്റ്റിലായിരിക്കും, പക്ഷെ റെസ്റ്റ് ചെയ്യുമ്പോഴും മൈൻഡ് റെസ്റ്റ് ചെയ്യില്ല. മൈൻഡ് എപ്പോഴും ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും ആകുലപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയെ കൂടെ കടന്നു പോയേ പറ്റും. ചിലപ്പോൾ ആ ഒരു അവസ്ഥ ഒരിക്കലും കംപ്ലീറ്റ് ആവാത്തൊരവസ്ഥയുമായിരിക്കും. ആ ഒരു മെന്റൽ ഹെവിനെസ് ആണ് രണ്ടാമതായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഏറ്റവും അൺകണ്ടീഷണൽ ആയിട്ടും ഇന്റൻസ് ആയിട്ടും ഏറ്റവും പ്യുവർ ആയിട്ടൊക്കെ തോന്നുന്നത് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം ആണ്. പക്ഷെ അതേ സ്നേഹം തന്നെ ഒരു ഫിയർ ആയിട്ട് ഫീൽ ചെയ്യും. അതായത് കുഞ്ഞ് കുറെ നേരം ഉറങ്ങുമ്പോൾ കുഞ്ഞിന്റെ ശ്വാസം ഉണ്ടോന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ്സ് ഉണ്ടോന്നും പൾസ് ഉണ്ടോന്നും കുഞ്ഞ് അലൈവ് ആണോന്നും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരുപാട് പേര് എത്തിപ്പെടും. നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് വരുമോ അങ്ങനെയുള്ള 1000 ചിന്തകളൊക്കെ വന്നിട്ട് നമുക്ക് ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള പേടികളായിട്ട് ഫീൽ ചെയ്യും. അതായത് ലവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഫിയർ ആയിട്ടായിരിക്കും. Number 4, constant judgment and fear triggering questions from everywhere. അതായത് നമ്മളെ കോൺസ്റ്റന്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചുറ്റും 1000 പേരുണ്ടായിരിക്കും. അവർക്കുള്ള ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും ചോദിക്കുന്ന ചോദ്യങ്ങളും അവരുടെ ആകുലതകളും ഒക്കെ. നമ്മുടെ നല്ലതിനാണെന്നുള്ള രീതിയിലായിരിക്കും അവർ വന്ന് നമ്മളോട് ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഉപദേശിക്കുന്നതും. പക്ഷെ ഇതൊക്കെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റായിട്ട് മാറുകയും അതൊരു തരത്തിലുള്ള പേടിയും ആങ്സൈറ്റിയും ആയിട്ട് മാറുകയും ചെയ്യും. അവരെന്ന കാര്യത്തിന് ഒരാളും കാണില്ല, കഷ്ടപ്പെടാനും ആരും കാണില്ല. പക്ഷെ സേഫ് സോണിലിരുന്ന് ജഡ്ജ് ചെയ്യാനും കുറ്റപ്പെടുത്താനും ഉപദേശിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് പേരുടെ
ആ ഒരു എന്താണ് താല്പര്യം നമ്മളത് ആദ്യം തന്നെ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം വിഷമിച്ചിട്ടാണെങ്കിൽ അതിൽ കൂടി കടന്നു പോകാൻ പറ്റുന്ന ഒരു മാനസിക പ്രാപ്തി ഉണ്ടായിരിക്കും. നമ്പർ 5, ലോൺലിനെസ് ക്യാൻ സർപ്രൈസ് യു. അതായത് നമ്മുടെ ലോൺലിനെസ്സിനെ പോലും നമുക്ക് ഒരു പഴയ മുമ്പ് നമുക്ക് ഉണ്ടായിരുന്ന ലോൺലിനെസ് ആയിട്ടായിരിക്കില്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ലോൺലിനെസ് പോലും നമ്മൾ ഇനഫ് അല്ലാത്ത കുറേ ചിന്തകളിലേക്കും തോട്ട്സിലേക്കും പാസ്റ്റ് ഇൻസിഡൻസിലേക്കൊക്കെ കൂടിക്കൊണ്ടു പോകുന്ന ഒരു വേദിയായിട്ട് മാറും എന്നുള്ളതാണ്. നമുക്ക് സർപ്രൈസിങ് ആയിട്ട് തോന്നും, ഇതായിരുന്നില്ല ഞാൻ മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ലോൺലിനെസ് എന്ന് ഉള്ളൊരു റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തും. നമ്പർ 6, യു വിൽ മിസ് യുവർ ഓൾഡ് സെൽഫ്. ഒരിക്കലും ആ നഷ്ടപ്പെടുന്ന ഓൾഡ് സെൽഫിനെ വീണ്ടെടുക്കാൻ പറ്റില്ല. ഇനി എത്രയൊക്കെ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞാലും വീണ്ടെടുക്കാൻ പറ്റില്ല. അതിന്റെ റീസൺ എന്താണെന്നറിയോ? ഈ ഒരു ഇൻഫന്റ് ആയിരിക്കുന്ന സ്റ്റേജ് മാത്രമല്ല കുഞ്ഞുങ്ങളുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടോഡ്ലർ സ്റ്റേജ് ആണെങ്കിലും പ്രീ സ്കൂളിൽ പോയി തുടങ്ങുന്ന സ്റ്റേജ് ആണെങ്കിലും സ്കൂളിംഗ് ആണെങ്കിലും ടീനേജ് സ്റ്റേജ് ആണെങ്കിലും ഇനി അതൊക്കെ കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു അഡൾട്ട്ഹുഡ് സ്റ്റേജ് ആണെങ്കിലും നമുക്ക് കമ്മിറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഓൾറെഡി അതിലേക്ക് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഓരോ തവണയും ടെൻഷൻ എടുക്കേണ്ട, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ട ഒരാളാണ് ഒരു അമ്മ എന്നുള്ള ഒരു സോഷ്യൽ കണ്ടീഷനിങ് കൊണ്ട് അതിലുപരി ഇമോഷണലിയും കുഞ്ഞുങ്ങൾ എപ്പോഴും ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത് അമ്മമാരിലായിരിക്കും. നമ്പർ 7, മദർഹുഡ് ഈസ് വെരി എക്സ്പെൻസീവ്. വിചാരിക്കുന്നത് പോലെയല്ല. ബേബി ഡയപ്പേഴ്സിന്റെ ചിലവ്, അതുപോലെ തന്നെ ബേബി ഫുഡ് ഐറ്റംസിന്റെ ചിലവ്, ബേബി മെഡിസിൻസിന്റെ ചിലവ്, ഹോസ്പിറ്റൽ ചിലവ്, അവരുടെ ഡ്രസ്സിന്റെ ചിലവ്, ആ ചിലവ് ഈ ചിലവ്, ഒരുപാട് ചിലവുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഡെലിവറി സംബന്ധമായിട്ടും അതിനുശേഷവും ഒക്കെ ഉള്ള ഒരുപാട് ഫങ്ഷൻസ് ഇപ്പോൾ ഇവോൾവ് ആയി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ. അപ്പൊ അതിനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിലേറെ ചിലവ്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ബേബിയെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം വിചാരിക്കാൻ പറ്റാത്ത അത്രയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അമ്മയായിട്ട് ഇരിക്കുക എന്നുള്ളതും അമ്മയായി കൊണ്ടുപോകുന്ന ആ ഒരു ജേർണി ഉണ്ടല്ലോ. ആ ഒരു ജേർണി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. സോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രെസ്സിലൂടെയും ടെൻഷൻസിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. നമ്പർ 8, സ്ട്രഗിളിംഗ് വിൽ നോട്ട് ബി ഓവർ എനി ടൈം. പ്രഗ്നൻസി കൺഫർമേഷൻ തൊട്ട് പിന്നെ ലൈഫ് ലോങ് ഉള്ളതാണ് സ്ട്രഗിളിങ്. അമ്മ എന്നുള്ളതിന്റെ ബേസിസിലുള്ള സ്ട്രഗിളിങ്, അതിനൊരു എൻഡിങ് ഇല്ല. ദാറ്റ്സ് എ റിയാലിറ്റി. നമ്പർ 9, ന്യൂ ക്ലീനിങ് റോൾസ്. അതായത് ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളെയൊക്കെ തന്നെ ഓർഗനൈസ് ചെയ്യാനും ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ തന്നെ ബുദ്ധിമുട്ടുന്നവരായിരിക്കും നമ്മളിലുള്ള ഒരുപാട് പെൺകുട്ടികളും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞൊരു കുഞ്ഞിന്റെ ഡെയിലി ഉള്ള, അതായത് പൂപ്പ് ചെയ്യുന്നത്, പീ ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കുഞ്ഞിന്റെ വോമിറ്റിംഗ് ഒക്കെ ഡെയിലി ബേസിസിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ന്യൂ മദറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെയധികം ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് കുഞ്ഞിനെ കുളിപ്പിക്കുക, കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, പോട്ടി ട്രെയിൻ ചെയ്യുക, അത് ചെയ്യുക ഇത് ചെയ്യുക എന്നുള്ള ഒരു ഈ ക്ലീനിങ് പ്രോസസ്സിന്റെ ഒരു ന്യൂ റോൾ നമുക്ക് കിട്ടും. ആ റോൾ നമുക്ക് യാതൊരു പരിചയവും ഇല്ലെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. നമ്പർ 10, ലാക്കിംഗ് സപ്പോർട്ട്. ചിലപ്പോൾ എല്ലാവരും ചുറ്റുമുള്ള ഒരു അന്തരീക്ഷമായിരിക്കും നിങ്ങൾക്കുള്ളത്. ചിലപ്പോൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ചിലപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പം സപ്പോർട്ട് ചെയ്യാൻ ഒരാളും കാണണമെന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ബിസി ആയിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യം എങ്ങനെ മറിയുമെന്ന് പറയാൻ പറ്റില്ല. ഈ മാരേജ് റിലേഷൻഷിപ്പ് നാളെ അതിനെന്ത് സംഭവിക്കുമെന്ന് ആർക്കും അത് തുടങ്ങുമ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾ നാളെ ഒറ്റയ്ക്കായിപ്പോ, സിംഗിൾ മദറായിപ്പോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും ഇല്ലാതായിപ്പോ, നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് വരുന്നത്, നമ്മുടെ ലൈഫ് നമ്മളെ എങ്ങനെയാണ് ടേൺ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടെങ്കിലും അവർക്കൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങളാണ്. അവർക്കൊന്നും പൂർണ്ണമായിട്ടും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല എന്ന് വരുമ്പോൾ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരു അമ്മ ഒറ്റയ്ക്കെല്ലാം ചെയ്യേണ്ടി വരും. അത് വളരെയധികം കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ലാക്കിംഗ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഗർഭകാലത്ത് കിട്ടുന്ന സപ്പോർട്ട് പോലും ഗർഭകാലം കഴിഞ്ഞ് കിട്ടില്ല. ചില പെൺകുട്ടികൾക്ക് ഗർഭകാലത്തും വളരെയധികം ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും, അതിന് ശേഷം അങ്ങനെ ആയിരിക്കും. സോ സപ്പോർട്ട് എന്നുള്ളൊരു കാര്യം വിചാരിച്ചിട്ട് ആരും ഇതിലോട്ട് പോകരുത്. സപ്പോർട്ട് ഒന്നും ഇല്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഒരു പ്ലാനറിന്റെ ഭാഗമായിട്ട് മാത്രം മുന്നോട്ട് പോവുക. അപ്പൊ ചിലപ്പം ചിലരെങ്കിലും വിചാരിക്കുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് പോകാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് പോയാലേ ജീവിക്കാൻ പറ്റൂ.
അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറിപ്പോയി നമ്മളിങ്ങനെ നിൽക്കേണ്ടി വരും. നമ്മളിങ്ങനെ ഫ്രീസ് ആയിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഫ്രീസ് ആയിട്ട് നമുക്ക് ഫങ്ഷണൽ ഡിപ്രഷൻ ഉണ്ടാവാം, നമ്മുടെ മൈൻഡ് ഫ്രീസ് ഔട്ട് ആവാം, പിന്നെ നമുക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ വരാം. സോ അതൊക്കെ ചിന്തിക്കുക. ആരും ഇല്ലെങ്കിലും എങ്ങനെ പോകും, എങ്ങനെ എന്ത് ചെയ്യും, എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ ചിന്തിക്കണം. ചിന്തിച്ചേ പറ്റൂ. നമ്പർ 11, യു വിൽ ലേൺ ടു പുട്ട് യുവർ സെൽഫ് ലാസ്റ്റ്. നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ ഒക്കെ ഒന്ന് പ്രയോറിറ്റി ലിസ്റ്റിൽ പിന്നോക്കം ആകാനും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയി പോകും. നമ്മൾ തന്നെ നമ്മുടെ പ്രയോറിറ്റി കുറച്ച് കൊണ്ടുവന്ന് നമ്മളെ ഏറ്റവും ലാസ്റ്റിലാക്കി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാം. നമ്പർ 12, ലിമിറ്റഡ് ഫ്രീഡം. ഈ ഫ്രീഡം എന്ന് പറയുന്നത് വേറെ ആരുടെയും കയ്യിലല്ല, നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒന്നിലധികം കുഞ്ഞുങ്ങൾ ചുറ്റുമുള്ളപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ള ഫ്രീഡം എന്ന് പറയുന്ന കാര്യത്തിന് തന്നെ ഒരുപാട് ലിമിറ്റേഷൻ വരും. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരിടത്ത് പോകാനോ കുറേ സമയം സ്പെൻഡ് ചെയ്യാനോ ഒന്നും ഓർക്കാതെ ഇരിക്കാനോ ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിയാം. അപ്പോൾ ഫ്രീഡം വളരെ ലിമിറ്റഡ് ആയി പോകും എന്നുള്ളതാണ്. നമ്പർ 13, യു മേ ഫീൽ ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ ലൈഫ്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അവർ വിചാരിച്ച പോലെയുള്ള മേഖലകളിൽ എത്തിപ്പെടുമ്പോൾ അമ്മയായി പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ നിങ്ങളൊരു 10 സ്റ്റെപ്പ് ബാക്കിലായിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാളേറെ നിങ്ങൾ ബാക്കിലായിരിക്കാം. അപ്പൊ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. ഇതുപോലെ ഒരുപാട് കാര്യത്തില്, നമ്മുടെ ആരോഗ്യത്തില്, ജോലിയില്, നമ്മുടെ മറ്റുള്ള ആഗ്രഹങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ബാക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്പർ 14, യു വിൽ ക്രേവ് അപ്രീസിയേഷൻ ബട്ട് യു വിൽ റിമൈൻ സൈലന്റ്. ഓരോ കാര്യങ്ങൾക്കും അപ്രീസിയേഷൻ നിങ്ങൾ അർഹിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഒരു അപ്രീസിയേഷൻ ഒരാളും തരാൻ പോകുന്നില്ല. ചെയ്തത് എത്ര നന്നായിരിക്കുന്നു, എത്ര എഫേർട്ട് എടുത്തെന്നു ഒരാളും പറയാനും പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മള് സൈലന്റ് ആയിട്ടിരിക്കും. ആഗ്രഹമുള്ള അംഗീകാരങ്ങൾ പോലും ഒരു കാര്യത്തിലും കിട്ടാതെ വരും. ഇത് മാത്രമല്ല, നിങ്ങളുടെ കഴിവിന്റെയോ നിങ്ങളുടെ അക്കാദമിക്സിന്റെയോ ബേസിസിൽ പോലും നിങ്ങൾക്ക് കിട്ടേണ്ട അപ്രീസിയേഷൻസ് കിട്ടാതിരിക്കുന്ന, സൈലന്റായി പോകേണ്ടി വരുന്ന മറ്റൊരു അവസ്ഥ കൂടി വരാം. നമ്പർ 15, സ്മോൾ തിങ്സ് ക്യാൻ ട്രിഗർ യു, സ്മോൾ തിങ്സ് ക്യാൻ ബ്രേക്ക് യു. അതായത് ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ ട്രിഗർ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ചിലപ്പോൾ നിങ്ങൾ ഒന്നുമല്ലാതെ തകർന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന രീതിയിൽ എത്തപ്പെടാം. ഇവൻച്വൽ കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് വരാൻ പറ്റുന്നതാണ് ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് വല്ലാത്തൊരു ബ്രേക്ക് ഡൗൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളത്. നമ്പർ 16, ഫീൽ ഗിൽറ്റി ഫോർ വാണ്ടിങ് മീ ടൈം. അതായത് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാനോ, ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് കുഞ്ഞുങ്ങൾക്ക് ഷെയർ ചെയ്യാതെ ഫുള്ള് കഴിക്കാനോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഇടത്തേക്ക് പോകാനോ, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാനോ, ഇഷ്ടമുള്ള പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാനോ ഒക്കെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഇപ്പോൾ അമ്മമാർ ഇതൊക്കെ ചെയ്യുന്ന അമ്മമാരാണ്, അല്ലാതെ സാക്രിഫൈസ് ചെയ്യുന്ന അമ്മമാരല്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു തരം ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവാം. പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യത്തിനും മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അപ്പൊ ആ ഒരു തയ്യാറെടുപ്പിന് വേണ്ടി നമ്മളെ ഒരിടവും നമ്മളെ പ്രാപ്തനാക്കുന്നില്ല, അല്ലെങ്കിൽ പ്രാപ്തയാക്കുന്നില്ല എന്നുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും, അതായത് പെൺകുട്ടികൾ മാത്രമല്ല പാർട്ട്നേഴ്സും പ്രിപ്പയർ ആയിരിക്കുക. നമ്പർ 17, യുവർ ഇമോഷൻസ് വിൽ ഫീൽ ഡീപ്പർ ദാൻ എവർ. അതായത് ചെറുതും വലുതായിട്ടുള്ള ഏത് ഇമോഷൻസും ആയിക്കോട്ടെ, നിങ്ങൾക്ക് മുമ്പ് ഫീൽ ചെയ്തതിനേക്കാളും വളരെയധികം ഡീപ്പായിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. അത് ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാല് മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത, ആരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത, എന്താണ് എന്നൊരാളെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തരം ഇമോഷണൽ ഡീപ്നെസ്, ഒരു ഇന്റൻസിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 17 കാര്യങ്ങളിൽ നിന്നിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത്, ഓഫ്കോഴ്സ് മദർഹുഡ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 20% ആണ്. ഒരു 80-20 റൂൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 20% ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട്. 80% ട്രാൻസ്ഫോർമേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മുടെ ലൈഫിന് മുഴുവനായും ട്രാൻസ്ഫോം ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു 1000 റെസ്പോൺസിബിലിറ്റീസ് വന്നു ചേരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് ആണ് മദർഹുഡ് എന്ന് പറയുന്നത്. 5 കമ്പോണൻസ് റെഡിനെസ് ഉറപ്പായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ആ 5 കമ്പോണൻസ് റെഡിനെസ് ഏതൊക്കെയാണെന്ന് ഞാൻ ക്വിക്കായിട്ട് പറയാം. ബോഡി, ഹെൽത്ത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, പീപ്പിൾ സപ്പോർട്ട് ആൻഡ് യുവർ ഹെൽത്ത്. ഈ ഹെൽത്ത് എന്ന് പറയുമ്പം ഫിസിക്കലി മെന്റലി മാത്രമല്ല, ഇമോഷണൽ ആയിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ 5 കാര്യങ്ങളുടെ റെഡിനെസ്
ഉറപ്പാണെങ്കിൽ മാത്രം, നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് പ്രിപ്പയർ ആണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം മദർഹുഡിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുക. എല്ലാ അമ്മമാരും മറ്റാർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത അത്രയധികം എഫേർട്ട് എടുക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടാൻ സാധിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.